ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ. ഹോപ്പുണ്ട്, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്, എ കൈൻഡ് ഓഫ് കണക്ഷൻ ഉണ്ട്, ആൻഡ് എത്തിക്സ് ഉണ്ട്. ഇതെല്ലാം സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോഴും രേണു അതിനകത്തോടെ ഒരു റിലീജിയോസിറ്റിയും കൂടെ പറയുന്നുണ്ടാകണം. അവിടെ ഒരു ക്ലാഷ് ഉണ്ട് സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഇന്ന് പലരുടെ ഇടയിലും. ഒറിജിനലി ക്ലാഷ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ അത് റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തൊരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. സോ മെനി ഓഫ് us are telling that I am a spiritual being but I am not a religious person. രണ്ടും രണ്ടായിട്ടുണ്ട്, ഡൈക്കോട്ടമി ഉണ്ടാകുന്നുണ്ട് രണ്ടും തമ്മിൽ. അതിൻ്റെ പ്രോപ്പർ ബ്ലെൻഡിങ് ഉണ്ടാകുന്നിടത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതർവൈസ് യുവർ സ്പിരിച്വാലിറ്റി വിൽ എൻഡ് വിത്തിൻ യുവർ സെൽസ്. ഈ സ്പിരിച്വാലിറ്റി ഒഴുകുന്നൊരു സ്ട്രീമാണ് റിലീജിയൻ. അങ്ങനെ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി ഒഴുകുന്ന സ്ട്രീമായിട്ടാണ് റിലീജിയൻ വർക്ക് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, സ്പിരിച്വാലിറ്റി ഈസ് ദ സോൾ, റിലീജിയൻ ഈസ് ദ ബോഡി. ബോഡി ഇല്ലെങ്കിൽ ഈ സോളിന് എക്സിസ്റ്റൻസേ ഇല്ല, അത് വർക്ക് ചെയ്യത്തില്ല. ഇനി സോൾ ഇല്ലെങ്കിൽ ദിസ് റിലീജിയൻ ഡെഡാണ്. ഇത് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ് റിലീജിയനിലൂടെ. കാരണം വെച്ചാൽ ഇപ്പോൾ റെനുവിൻ്റെ സ്പിരിച്വാലിറ്റി റെനുവിൻ്റെ മാത്രം സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റി മക്കളിലേക്ക് പോലും കൈമാറാൻ ചിലപ്പോൾ റെനുവിന് പറ്റണമെന്നില്ല. പറ്റാത്തതിൻ്റെ കാര്യം ഒരു സിസ്റ്റം ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഡിമോളിഷൻ ഓഫ് സിസ്റ്റമാണ്. ഒരു സംവിധാനത്തെ തകർക്കുന്ന ഒരു ശ്രമമായിട്ട് ഇന്ന് സ്പിരിച്വൽ കൺസെപ്റ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറ്റുന്നതെന്നറിയാമോ, ഒരു വലിയ സീരിയസ് ഇഷ്യൂ ഉണ്ട്. അതൊരു പക്ഷേ നമുക്കത് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കിയാൽ വലിയ ഗുണമുള്ളൊരു കാര്യം പറയാം. റൂൾ ഓഫ് റിലേറ്റീവ്സ് എന്ന് പറയും. റൂൾ ഓഫ് റിലേറ്റീവ്സ്. എനിക്കൊരു സ്പിരിച്വാലിറ്റി, ഇതിനൊരു സ്പിരിച്വാലിറ്റി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വാലിറ്റി. അപ്പോൾ എന്ത് പറ്റും, സ്പിരിച്വാലിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് എത്തിക്സ് ഓൾസോ. അപ്പോൾ എനിക്കൊരു ശരി, ഇതിനൊരു ശരി, അവർക്കൊരു ശരി, അവർക്കൊരു ശരി. 10 ശരികളുള്ളിടത്ത് യുദ്ധം തുടങ്ങും. എല്ലാവരും ശരിയാണ് സംഭവം. ഈ 10 പേർക്കും ഒരു ശരി ഇല്ലാതാകുന്നു ഇന്ന്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. അതായത് റിലേറ്റീവിസം വർക്ക് ചെയ്യാൻ തുടങ്ങുക. ആപേക്ഷികവാദം. എൻ്റെ ശരിയാണ് ഞാൻ ജീവിക്കുന്നത്. സിനിമയിലെ വില്ലൻ പോലും ജീവിക്കുന്നത് അവൻ്റെ ശരികളാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകൾ, അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്ത് റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല. അവരവരുടെ ശരികളാണ് ചെയ്തത്. അവർക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർക്കുണ്ടൊരു സ്പിരിച്വാലിറ്റി, അവർക്കൊരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊറാലിറ്റിയും എത്തിക്സും ഒന്നും ഒബ്ജക്റ്റീവ് ആകാത്ത ഇന്നത്തെ കാലത്ത്, അബ്സല്യൂട്ട് ആകാത്തത്? അതാകാത്ത സ്ഥലത്ത് വാർ ആരംഭിക്കും, യുദ്ധം ആരംഭിക്കും, അൾട്ടിമേറ്റ് കെയോസിലേക്ക് കാര്യങ്ങൾ പോകും.